ഗൈസ് നമ്മുടെ അടുത്തൊരു എൻഡോർക്ക് വന്നതാണ്. സെൽഫില്ല എന്നുള്ളതാണ് കംപ്ലയിൻറ്റ്. സെൽഫ് അടിക്കുമ്പം ടക്ക് ടക്കുന്നൊരു ഒച്ച മാത്രമേ ഉള്ളൂ. വീഡിയോ കേൾക്കാമെന്ന് അറിയില്ല, ഒന്ന് നോക്കിയോ കേട്ടോ. അതിൻ്റെ എന്താണെന്നുള്ളത് നമുക്ക് റിലേ ഒന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. റിലേ എന്നാണ് സൗണ്ട് കേൾക്കുന്നത്. ഇത് ഈ കാണുന്നതാണ് റിലേ. റിലേ നമുക്കൊന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ റിലേ. ഇവിടെ കുഴപ്പമാണെന്ന് അറിയാൻ വേണ്ടി ഈ കാണുന്ന വലിയ രണ്ട് കാലില്ലേ, അതിൻ്റെ കണക്ഷൻ വരുന്നിടത്ത് നമ്മളിങ്ങനെ വയറ് ഡയറക്റ്റ് കൊടുത്ത് നോക്കിയാൽ സെൽഫ് അടിക്കുന്നുണ്ടെങ്കിൽ റിലേയുടെ പ്രശ്നമാണ്. സെൽഫ് അടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മോട്ടറിൻ്റെ വയറിങ്ങിൻ്റെ ആ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമായിരിക്കും. എന്തായാലും നമുക്ക് ഇവിടെ ഇതൊന്ന് ഡയറക്റ്റ് കൊടുത്ത് നോക്കാം. അതിനുവേണ്ടി ഒരു വയർ കഷ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കൊടുക്കുക. ഇല്ല, റിലേ ത്രൂ കൊടുത്തിട്ടും പ്രത്യേകിച്ച് മാറ്റം സംഭവിക്കുന്നില്ല. അതിനർത്ഥം ഒന്നെങ്കിൽ മോട്ടർ അല്ലെങ്കിൽ മോട്ടറിനെ കൊണ്ടുള്ള എന്തെങ്കിലും കംപ്ലൈൻറ്റ്, വയറോ കാര്യങ്ങളോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ട്. ഇപ്പോൾ അടുത്ത അതൊന്നും കഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒന്ന് പീസാക്കി നോക്കാം. മിക്കവാറും അതിൻ്റെ മോട്ടറിൻ്റെ ബ്രഷ് തീർന്നതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ മോട്ടറിൻ്റെ ബ്രഷ് തീർന്നതാണ്. ഇതാണ് ബ്രഷ്. ഇതെല്ലാം സ്റ്റക്കായിപ്പോയി. ഇത് ബ്രഷ് മാറുന്ന കൂടി ആർമേച്ചറോടെ ക്ലീൻ ചെയ്തേക്കാമെന്ന് ഓർത്ത് ആർമേച്ചർ അയച്ചപ്പോൾ ആർമേച്ചറിൻ്റെ അവസ്ഥ ഇതാണ്. ആർമേച്ചർ കവറിനകത്തായി ഇത് നിന്നു. കാന്ത മൊത്തം അടന്നു പോയി. ഞാൻ കസ്റ്റമറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവരിത് സെൽഫ് കേടായിട്ട് കുറേ കാലമായിട്ട് ശരിയാക്കാനായിട്ട് ഉപയോഗിക്കുമായിരുന്നു പറഞ്ഞു. പിന്നെ തീർപ്പവും വെള്ളവും വേണ്ടൊക്കെ കയറിയിട്ടാണ് കാന്തമെല്ലാം അടന്നു പോയി. ഇനിയിപ്പോൾ ഈ മോട്ടർ നന്നാക്കി ഉപയോഗിക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്, നടപടിയുള്ള കേസല്ല. അതുകൊണ്ട് മോട്ടർ മാറാം, അതേ രക്ഷയുള്ളൂ. ഗൈസ്, അങ്ങനെ പുതിയ മോട്ടർ മേടിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 2500 സംതിങ്ങിലാണ് മോട്ടറിൻ്റെ വില. അപ്പം സെൽഫ് ഓക്കെ. ഓക്കെ, ഇതുപോലുള്ള മെക്കാനിക്കൽ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതും വരെ ബൈ ബൈ.